എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശകരവും അവിശ്വസനീയവുമായൊരു മുഹൂർത്തത്തിനാണ് 2026 T20 ലോകകപ്പിലെ കൊളംബോ ആർ പ്രേമദാസ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. വെറുമൊരു സ്കോർ ബോർഡിലെ അക്കങ്ങൾക്കും വിജയപരാജയങ്ങൾക്കുമപ്പുറം ഓരോ ഇന്ത്യൻ ആരാധകന്റെയും കണ്ണുകളെ ഈരനണിയിക്കുകയും ഹൃദയം അഭിമാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത ഒരു ഹൈ വോൾട്ടേജ് പോരാട്ടമായിരുന്നു അത്. സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച കാണികളുടെ ആർപ്പുവിളികൾക്കിടയിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആ തീരുമാനം പാകിസ്ഥാന്റെ ഒരു വലിയ മാസ്റ്റർ സ്ട്രോക്കാണെന്ന് തോന്നിച്ചുകൊണ്ട് അവരുടെ ബോളർമാർ തുടക്കത്തിൽ തന്നെ തീപ്പൊരി പാറിച്ചു. വെറും 126 റൺസ് എടുക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ 4 മുൻനിര വിക്കറ്റുകൾ നിലം പൊത്തിയപ്പോൾ സ്റ്റേഡിയം ഒന്നാകെ നിശബ്ദമായി. ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പേറി. എന്നാൽ അവിടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ കൊടുങ്കാറ്റായി ഇഷാൻ കിഷൻ അവതരിച്ചത്. ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രം കാണാൻ കഴിയുന്ന ഒരു വെടിക്കെറ്റ് ഇന്നിംഗ്സ്. വെറും 40 പന്തുകളിൽ നിന്ന് 10 ബൗണ്ടറികളും 3 കൂറ്റൻ സിക്സറുകളുമടക്കം 185 സ്ട്രൈക്ക് റേറ്റിൽ 77 റൺസ് അടിച്ചുകൂട്ടിയ ഇഷാൻ പാകിസ്ഥാന്റെ ബോളിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തുകയായിരുന്നു. ഒരു ടീമിനെ 0-ൽ നിന്ന് ഹീറോ ആക്കി മാറ്റാൻ കെൽപ്പുള്ള ആ പ്യുവർ T20 ഇന്നിംഗ്സിന്റെ ബലത്തിൽ ഇന്ത്യ 175 എന്ന പടുകൂറ്റൻ സ്കോറിലെത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് യാതൊരു പഴുവും നൽകാതെ ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ജസ്പ്രീത് ബുംറ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ ബോളിംഗ് നിര ആഞ്ഞടിച്ചപ്പോൾ അക്സറിന്റെ മാന്ത്രിക സ്പിന്നിനും ബുംറയുടെ തീപ്പൊരി വേഗതയ്ക്കും ഹർദിക്കിന്റെ കൃത്യതയ്ക്കും മുന്നിൽ പാക് ബാറ്റർമാർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഇന്ത്യ ഒരു ചരിത്ര വിജയം സ്വന്തമാക്കിയെങ്കിലും യഥാർത്ഥത്തിൽ ക്രിക്കറ്റ് ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയത് മത്സരശേഷമുള്ള ആ വികാരനിർഭരമായ നിമിഷമായിരുന്നു. ആവേശകരമായ ആ വിജയത്തിന് ശേഷം മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാരുമല്ല, ഇഷാൻ കിഷൻ ആയിരുന്നു. എന്നാൽ സ്റ്റേഡിയത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇഷാൻ തനിക്ക് ലഭിച്ച ആ പരമോന്നത പുരസ്കാരം നേരെ തന്റെ സഹതാരമായ ഹർദിക് പാണ്ഡ്യയ്ക്ക് കൈമാറി. ഹർദിക്കിന്റെ നിർണായക ബോളിംഗ് പ്രകടനമാണ് ഈ പുരസ്കാരത്തിന് കൂടുതൽ അർഹമെന്ന് പറഞ്ഞ ഇഷാന്റെ ആ വലിയ മനസ്സ് ഹർദിക്കിനെ വല്ലാതെ വികാരാധീനനാക്കി. ഈ മത്സരം ഇന്ത്യ ജയിക്കാൻ കാരണം തന്നെ ഇഷാന്റെ ആ തകർപ്പിൻ ഇന്നിംഗ്സാണെന്നും എന്നിട്ടും തന്റെ പുരസ്കാരം എനിക്ക് നൽകാൻ അവൻ കാണിച്ച ആ സ്നേഹം തന്റെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളിലൊന്നായി മാറുമെന്നും ഹർദിക് നിറകണ്ണുകളോടെ പറഞ്ഞു. യഥാർത്ഥ കായികബോധം എന്നത് സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ അധ്വാനത്തെ അംഗീകരിക്കുക കൂടിയാണെന്ന് ഇന്ന് ഇഷാൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. തന്റെ മാന്ത്രിക ഓപ്പണിംഗ് സ്പെല്ലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതെല്ലാം പ്രകൃതിയുടെ മാന്ത്രികതയാണെന്നും ടീം മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം താൻ നടത്തിയ കഠിനമായ പരിശീലനത്തിന്റെ ഫലമാണ് ഇന്ന് ഗ്രൗണ്ടിൽ കണ്ടതെന്നും ഹർദിക് കൂട്ടിച്ചേർത്തു. ഇഷാൻ കിഷൻ എന്ന കളിക്കാരൻ ഇന്ന് തനിക്കു വേണ്ടിയല്ല, മറിച്ച് തന്റെ രാജ്യത്തിനും തന്റെ ടീമിലെ 11 പേർക്കും വേണ്ടിയാണ് ബാറ്റ് ഏന്തിയതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ വലിയ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ സഹതാരങ്ങളുമായി പങ്കുവച്ച ഇഷാൻ കിഷൻ എന്ന താരത്തിന്റെ ഈ അവിസ്മരണീയമായ ഇന്നിംഗ്സിനെക്കുറിച്ച് വാഴ്ത്തുമ്പോഴും ഈ വലിയ വിജയത്തിന്റെ ആഘോഷങ്ങളിലെല്ലാം ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരു ചെറിയ വിങ്ങൽ ബാക്കിയുണ്ട്. അതെ, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ഇന്നലെ പാകിസ്ഥാനെതിരെയുള്ള ഈ ഹൈ വോൾട്ടേജ് മത്സരത്തിൽ സഞ്ജുവിന് പ്ലേയിംഗ് 11-ൽ അവസരം ലഭിച്ചില്ല എന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിരാശ തന്നെയാണ് നൽകിയത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഇന്നലെ ഇഷാൻ കിഷനൊപ്പം നമ്മുടെ സഞ്ജു കൂടി ആ ക്രീസിലുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആ പ്രേമദാസ സ്റ്റേഡിയത്തിന്റെ മേൽക്കൈര പിച്ച് ചീന്തുന്ന കൂറ്റൻ സിക്സറുകളുമായി സഞ്ജു കൂടി നിറഞ്ഞാടിയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ബോളർമാർക്ക് എങ്ങോട്ടാണ് ഓടി ഒളിക്കാൻ കഴിയുക? ഇന്നലെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വരും മത്സരങ്ങളിൽ നമ്മുടെ സഞ്ജു ചേട്ടൻ ഇന്ത്യൻ ജേഴ്സിയിൽ കളത്തിലിറങ്ങുമെന്നും എതിരാളികളുടെ അന്തകനായി മാറുമെന്ന് തന്നെയാണ് ഓരോ മലയാളിയും നെഞ്ചിലേറ്റി കാത്തിരിക്കുന്നത്. ഇഷാന്റെ വലിയ മനസ്സിനെയും നമ്മുടെ സഞ്ജു സാംസണിന്റെ വരാനിരിക്കുന്ന വെടിക്കെറ്റ് ഇന്നിംഗ്സുകളെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.